ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിരുന്നു ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ കേടുവന്ന അരി വെച്ചാട്ടോ ഈ ഒരു ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ലാർവൻ ഉണ്ടാക്കാൻ ഇതുപോലുള്ള ഒരു പാത്രമാണ്. ഇതുപോലെ തന്നെ വേണമെന്നില്ല, ബക്കറ്റ് എന്തെങ്കിലും മതി കേട്ടോ. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പുഴുകൾ ഉണ്ടാക്കാൻ മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ കേടുവന്ന അരിയൊക്കെ കേട്ടോ. ഇത് കേടുവന്ന അരി മാത്രമല്ല, പിന്നെ നമ്മളെ വൻപയർ ഉണ്ട് കേട്ടോ, അതും കേടുവന്ന തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഇതിന് ആവശ്യമായി എടുക്കാം. എന്ത് കേട് വന്ന് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മളെ ഗോതമ്പ് നുറുക്ക്, ഗോതമ്പ്, അതുപോലെയുള്ള റവ, അതൊക്കെ നമുക്ക് കേടുവന്ന് എന്ത് വേണമെങ്കിൽ എടുക്കാം പുഴുവൻ ഉണ്ടാക്കാൻ ഉണ്ടോ. ഇത് നമുക്ക് മെയിനായി ആവശ്യമുള്ളത്. ഫ്രണ്ട്സ്, ഈ ഒരു അരി മാത്രം നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ പുഴു ഉണ്ടാകുന്നില്ല കേട്ടോ. അതിന് നമുക്ക് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഒരു ആവശ്യമുള്ളത് വെച്ചാൽ ഇതുപോലുള്ള നമ്മളെ പൂളൻ്റെ കഷ്ണം കേട്ടോ, കപ്പൻ്റെ കഷ്ണമൊക്കെ പറയും. ചെറിയ 2 കഷ്ണം കേട്ടോ എടുത്തത്. ഈ ഒരു കവറിലുള്ളതെന്ന് വെച്ചാൽ കേടുവന്ന കടലപ്പൊടി കേട്ടോ. നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കണ്ടോ. ഇത് കേടുവന്നാണ്. ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഇനി ആദ്യം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ പൂളയുടെ കഷ്ണം വെക്കണം കേട്ടോ. ഈ 2 നമ്മൾ ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ അരിയും ആ ഒരു പൊടിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഈ ഒരു അരിയിലൊക്കെ ചെള്ളൊക്കെ ഉണ്ടായിട്ടോ, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു അരി ഉപയോഗിക്കാൻ കാരണം. ഫ്രണ്ട്സ്, നമ്മളെ പാത്രത്തിലേക്ക് അരിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം, എങ്കിലേ ഇതിലേക്ക് നമ്മളെ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഒന്ന് മുട്ടയിടും. നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ നിങ്ങൾ കാണിച്ചു തരാം. പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ എന്ത് ചെയ്യാൻ വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെ അടിയിൽ വെച്ച കപ്പക്കഷ്ണം കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്താലേ ഇതിൽ നമ്മളെ ഇത് വന്ന് മുട്ടയിടും. ഒരാഴ്ചക്കകം എന്തായാലും ഒരാഴ്ചയൊക്കെ കഴിയിട്ടും നമ്മളെ ബ്ലാക്ക് സോൾജിയർ വന്ന് ഇതിൽ മുട്ടയിടാൻ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറേ വേണ്ട, കുറച്ച് മതി. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പാത്രം മഴയും വെയിലും ഒക്കെ തട്ടാത്തൊരു സ്ഥലത്ത് വേണം വെക്കാൻ. നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ബ്ലാക്ക് സോൾജിയർ വന്ന് മുട്ടയിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പലക എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ട് ഹോൾട്ട് കണ്ടില്ലേ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഹോൾട്ട് നമ്മളെ ഫ്ലൈക്ക് വന്ന് മുട്ടയിടാനാണ്, കണ്ടില്ലേ. നമുക്കിതൊക്കെ ഇവിടെ സെറ്റിൽ ചെയ്ത് വെക്കണം. പിന്നെ നമ്മളതിൽ കാക്കയും മറ്റൊന്ന് ഇതിനെ നാശം ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ കമ്പിയുടെ നെറ്റ് ഇട്ട് കണ്ടോ. ഇത് നമുക്ക് സെറ്റിൽ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മളതെല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കാണാം. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മളെ ഇത് കുറച്ച് ഇങ്ങനെ ചെയ്യും കേട്ടോ. എന്നപ്പോൾ നമ്മളെ ഫ്ലൈ വന്ന് ഇതിൽ മുട്ടയിടും. പിന്നെ നമ്മളൊരു 20-25 ദിവസം കഴിഞ്ഞാലേ ഇതിൽ നമ്മളെ പുഴുക്കളെയൊക്കെ നമുക്ക് വിളവെടുക്കാനാവും. അപ്പോൾ അത്ര ദിവസം അതിന് വെയിറ്റ് ചെയ്യണം. പിന്നെ അതാക്കുന്ന എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇന്ന് 7ാമത്തെ ദിവസമാണ് നമ്മൾ അരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു അരിയൊക്കെ പഴകി തുടങ്ങിയിട്ടുണ്ട്. എവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു യെല്ലോ കളറുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഉള്ളിലുള്ള കപ്പയൊക്കെ നന്നായി പഴകിയിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ പിന്നെ ചെറുതായിട്ട് അറിയുന്നത് നമ്മളെ കടിക്കുന്ന ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അത് നമുക്ക് പ്രശ്നമില്ല, എങ്കിലും നമുക്ക് ഒരു വട്ടം ഇങ്ങനെ ചെയ്തിട്ട് പുഴുവൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 20-25 ദിവസം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ പുഴുണ്ടാവോ ഇല്ല നോക്കാം. എന്നപ്പോൾ നിങ്ങൾ കാണിച്ചിരുന്നുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ആ ഒരു ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ വന്ന് മുട്ടയിടും കേട്ടോ. നേരത്തെ നമ്മൾ അന്ന് വെച്ച ഒരു പല കഷ്ണത്തിൽ. ഇനി നമുക്ക് അതിൽ മുട്ട കിട്ടുകയെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്, വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്കൊരു 25 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഇതിലത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്കൊന്ന് വന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ വെച്ച അരിയിൽ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ മുട്ടയിടാൻ വന്നതാണ്. ഇതാക്കുന്ന ഈ ഒരു ടൈലിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് ഇതാട്ടോ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. നമ്മൾ വെച്ച മരക്കഷ്ണത്തിനുള്ളിലല്ല അവർ മുട്ടയിടുന്നതിന് ഇവിടെ കാണാൻ പറ്റും. അങ്ങനത്തെ അരിയുടെ ഉള്ളിലൊക്കെ കേട്ടോ, അരിയുടെ വിടവുകളൊക്കെ ഉണ്ടാവും. അരിയൊക്കെ ഫുള്ള് പഴകിയിട്ടുണ്ട്. ഇന്ന് 12ാമത്തെ ദിവസമാണ് കേട്ടോ. DSF അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്.
ഫ്രണ്ട്സ്, ഇന്ന് 20ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു അരിയൊക്കെ എല്ലാം പഴകിയിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിലൊക്കെ ഒരു ഇളക്കം കാണുന്നുണ്ട് അരിയുടെയൊക്കെ. ഉള്ളിൽ പുഴുവായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ നടക്കുന്ന നമ്മുടെ കപ്പയുടെ കഷ്ണമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒക്കെ നമുക്കൊന്ന് നീക്കി വെക്കണം, അതിനുള്ളിൽ ഉണ്ടാകാൻ നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് മെല്ലെ ഒന്ന് നീക്കി നോക്കാം, അതിനുള്ളിൽ പുഴുവായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ പരീക്ഷണം സക്സസ് ആക്കിയോ എന്നൊക്കെ നോക്കാം. ഫ്രണ്ട്സ്, അതിനുള്ളിലൊക്കെ നിറയെ പുഴുക്കളുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? അവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളെ പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട്. ഇതാ മുഴുവനായിട്ട് പുഴുക്കളുണ്ട്. നമുക്ക് വേർതിരിക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. ഇവരൊക്കെ എടുക്കുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇവിടെയൊക്കെ മുഴുവനായും BSF ലാർവകൾ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, നമ്മളെ കോഴികളൊക്കെ പുഴുക്കൾക്ക് ആയിട്ട് കാത്തു നിൽക്കുക കേട്ടോ. ഇതിൽ ഇവർക്ക് അതിലിങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ പുഴു എടുക്കുമ്പോൾ. ഫ്രണ്ട്സ്, ഇവിടെയൊക്കെ നന്നായി ഇളകുന്നുണ്ട് കേട്ടോ പുഴുക്കൾ. അതിന് അടിയിൽ നമ്മളിവിടെ നീക്കി നോക്കാം എത്രമാത്രം ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇതാ ഇവിടെ കണ്ടോ നിറയെ പുഴുക്കളാണ് കേട്ടോ. നമ്മളെ ബ്ലാക്ക് സോൾജർ ഫൈറ്റ് ലാർവകളാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്ര നല്ല ഇട്ടുള്ളൂ, കുറേ ഉണ്ട്. ഒക്കെ ഇത് കണ്ടില്ലേ, അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും. ആ കോഴികളൊക്കെ ഇത് ലാർവ തിന്നാൻ വന്നതാണ്. അവർക്കൊക്കെ നമ്മൾ പിന്നെ കൊടുക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ തന്നെ അത്യാവശ്യം പുഴുക്കളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഫ്രഷ് പുഴുക്കളാണ്. നമ്മൾ കൈക്ക് വൃത്തിയാക്കാൻ വേണ്ട നല്ല വൃത്തിയുള്ള പുഴുക്കൾ തന്നെ കേട്ടോ. നമ്മൾ ഇങ്ങനെ ഈ ഒരു ടിപ്പിൽ ചെയ്തത് കൊണ്ട് നമുക്ക് ഇനിയും കുറച്ച് പുഴുക്കളും കൂടി നമുക്ക് ഈ ഒരു അരിയിൽ നിന്ന് എടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇത്രയും പുഴുക്കൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് അത്യാവശ്യത്തിൽ അധികം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ പുഴുക്കൾ ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് കോഴികൾക്ക് ഒരു നേരം കൊടുക്കാനുള്ള പുഴുക്കൾ ഇത് മതിയാവും കേട്ടോ. നമുക്ക് കാണാൻ പറ്റും നല്ല ഫ്രഷ് പുഴുക്കളാണ്. ഇനി നമുക്ക് ഇനിയും നാളെയും ഇനി കുറച്ച് ദിവസത്തേക്ക് കൊടുക്കാനുള്ള പുഴുക്കൾ ഇനിയും ഇതിലുണ്ട് കേട്ടോ. കുറച്ചല്ല, അത്യാവശ്യം ദിവസത്തേക്ക് ഇനിയും കൊടുക്കാനുള്ളതുണ്ട്. നമുക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നീക്കുമ്പോഴേക്ക് കണ്ടോ, ഇത് കാണാൻ പറ്റും. ഇനി പുഴുക്കളുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ടില്ല നിങ്ങൾ, ഒക്കെ പുഴുക്കളാണ്. നമുക്ക് കുറേ ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ഇതിൽ ഇനിയും ചെറിയ കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ഇനിയും വലുതായി നമുക്ക് കുറേ ദിവസത്തേക്ക് കൊടുക്കാനുള്ള പുഴുക്കളുണ്ടാവും. നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കേട്ടോ ഇത് കോഴികൾക്ക്. ഇവിടെയൊക്കെ കാണാൻ പറ്റും. കുറേ പുഴുക്കളുണ്ട് കേട്ടോ, കണ്ടില്ലേ? നമ്മൾ നീക്കി നോക്കാമെന്ന്. ഫ്രണ്ട്സ്, ഇവിടെയൊക്കെ ഫുള്ള് പുഴുക്കളാണ്. നമ്മളെ പരീക്ഷണം വിജയകരമായിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി ഈ ഒരു പുഴുക്കളൊക്കെ എൻ്റെ കോഴികൾ കൊടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, കുറച്ച് കോഴികളൊക്കെ നമ്മൾ എടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ നമുക്ക് ഈ ഒരു പുഴുവിനെ കൊടുക്കാം. വേണ്ട, ഇവരൊക്കെ വന്ന് തിന്നുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഇവിടെ വിതറി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ അസിൽ പൂവനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ എടുത്താൽ ഒരാൾ മാത്രമേ, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ വിതറി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം. എല്ലാവരും ഇങ്ങനെ കൊത്തു കൊടുത്തുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കോഴികളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടേക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ ഇവിടെയൊക്കെ അത്യാവശ്യം കോഴികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ കയറിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും പുഴുവിനെ തിന്നാൻ എത്തിയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നമുക്കതാ ഇവർക്കൊന്ന് ഇവിടെ കൊടുത്തു നോക്കാം. അതൊക്കെ നമ്മളെ ചെറിയ മക്കളാണ്. അവർക്ക് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവനിപ്പോൾ നമ്മളെ പുഴുവിനെ കണ്ടിട്ട് ഇവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം കണ്ടാൽ വേണ്ടി ഇവനിപ്പോൾ നമ്മളെ കൈമ കയറും. കണ്ടില്ലേ, നമ്മളെ കൈമ കയറിയിട്ടാണ് നമ്മളെ പുഴുവിനെ തിന്നത്. ഇത് നമ്മളെ അസിൽ ക്രോസ് പൂവാനാട്ടോ. ഇതിന്
5.5 മാസം കഴിഞ്ഞ് 6 മാസം ആവാനായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അതിന് ഈ പുഴുക്കളൊക്കെ നമുക്ക് കൊടുക്കാം. ഫ്രണ്ട്സ് എല്ലാവരും അത്യാവശ്യം പുഴുക്കളൊക്കെ തിന്നിട്ടുണ്ട് കിട്ടുക. ഞാൻ എല്ലാവരും കാത്തു നിൽക്കുകയാണ് പുഴുവിനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. നമ്മളെ അസീൽ ക്രോസ് പിടക്കുട്ടികളാട്ടോ ഇതൊക്കെ കണ്ടില്ലേ, എല്ലാവരും ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സ് നമ്മളെ പുഴുവിനൊക്കെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാൻ കുറച്ച് പുഴുകളെയും കൂടിയേ ഉള്ളൂ. ബാക്കി നമ്മളിനിയും പൂവാനും വലിയ പൂവാനും ഇനിയും പിടക്കോഴികളൊക്കെ ഇനിയും വരാനുണ്ട്. അവർക്കൊക്കെ നമ്മൾ പിന്നീട് വൈകുന്നേരമായിട്ട് വന്നിട്ട് കൊടുക്കും. വെള്ളം ഇവർ തിന്ന് തീർത്തിട്ടുണ്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ 20 ദിവസം കൊണ്ട് അടുത്തരയധികം പുഴുക്കളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴകിയ അരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ കോഴികളുടെ മുട്ട ഉൽപ്പാദനത്തിനും പിന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ വളർച്ചയൊക്കെ ഈ ഒരു BSF ലാർവ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.